നമ്മുടെ ഇപ്പൊ നിങ്ങൾക്കൊരു നിങ്ങൾ ഇപ്പോ ഈ ഇത്രയും പല സദസ്സുകളും വേദികളിലൊക്കെ നിങ്ങൾ ആളിനെ അഡ്രസ് ചെയ്യുന്ന ആളാണ്. പല തലത്തിലുള്ള ആളുകളായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അത് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരായ്മയായി ഞാൻ കാണുന്നത് എൻ്റെ ലാംഗ്വേജിൻ്റെ പോരായ്മ. ഡിഗ്രി കാലത്തും PG കാലത്തും അതിജീവിച്ചത് തോൽവിയിൽ നിന്ന് ജയിച്ചു കയറിയ ആളാണ്. ഇപ്പം എൻ്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ ശരിക്കും ബാധിച്ചിട്ട്, പ്രത്യേകിച്ച് ഞാനൊരു മലയാളിയല്ല, എന്നിട്ടും മലയാളിയായി ആണ്, മലയാളി ലൈഫ് സ്റ്റൈലാണ് ഫുള്ള് വിടണം. ആ തരത്തിൽ നോക്കുമ്പോൾ ഞാൻ മലയാളം ശരിക്കും ഫ്ലുവൻ്റ് ആവുകയും ഇംഗ്ലീഷ് ഫ്ലോപ്പ് ആവുകയും ചെയ്തു. അപ്പോൾ അത് കുറേ കാലമായി ഞാൻ സ്വപ്നം കണ്ടു കിടക്കുക, എങ്ങനെയാണ് എൻ്റെ ഈ ലാംഗ്വേജ് ഡെവലപ്പ് ആവും. അത് വ്യക്തമായി കുറേ കാലം സ്വപ്നം കാണുന്നതാണ്. അപ്പോൾ ഈ ഇത്തരത്തില് ലാംഗ്വേജിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പല ഇതിലും വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ കണ്ടു, ഫോളോ അപ്പ് ചെയ്തു, കുറെ നോട്ട് അയച്ചു തരും. അത് തരത്തിലേക്ക് പല ഇടപെടലുകൾ നടത്തി, അതൊക്കെ പരാജയപ്പെട്ടത്. ഓക്കെ. അപ്പോൾ ഈ റെസിഡൻഷ്യൽ പ്രോഗ്രാമിന് എത്തേണ്ട സാഹചര്യം, നമ്മുടെ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിന് എത്തേണ്ടത് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? അത് എല്ലാം ഒരു നിമിത്തമാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ദൈവം എന്നെ ചിലപ്പോൾ ഇവിടെ കൊണ്ടുവന്നായിരിക്കും എന്നെ 40ാമത്തെ വയസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ദൈവം കണ്ടെത്തിയത്. അതിന് കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിളാണ്. എന്നെ കാണുന്ന ആളുകൾക്ക് എൻ്റെ ബാക്ക് ബോണിന് പലരെയും കാണുന്നില്ല. എന്നെ ആക്കിയ കുറേ ആളുകൾ സമൂഹത്തിലുണ്ട്. ഞാൻ ഒറ്റയടിക്ക് ജനിച്ചു വളർന്നുണ്ടായതല്ല. നിങ്ങൾ ഉയർച്ചയാണ് ആഗ്രഹിക്കുന്ന കുറേ സുഹൃത്തുക്കൾ. ആ സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്താണ് ഇതിനെ പരിചയപ്പെടുന്നത്. അത് സാറുമായിട്ട് നല്ല ബന്ധമുള്ള സാറിന്റെ അതേ പേര് തന്നെയാണ്. അദ്ദേഹം പരിചയപ്പെടുത്തിയ അടിസ്ഥാനത്തിലാണ് വന്നതും. ശരിക്കും അമേസിങ്. ഞാനൊരിക്കലും ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇംഗ്ലീഷ് പറയാൻ ഭയങ്കര ചടപ്പുള്ളതാണ്. അയാൾ ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് ഒരിക്കലും ഒരു 10 മിനിറ്റ് അത്ര ആളുകൾ മുമ്പിൽ സംസാരിക്കുന്നില്ല. എന്നെ മാറ്റിയെടുത്തു ഒരു 7 days ക്യാമ്പ് കൊണ്ട്. ശരിക്കും മാറി. അത് ഒരു പബ്ലിസിറ്റിക്കല്ല. ഞാൻ ബി കോൺഫിഡൻറ്റ്, ഐ എം റെഡി ടു സ്പീക്ക്, പ്രൂവ് ചെയ്യാൻ പോകും. ആരെങ്കിലും എന്നോട് റെഡിയെങ്കിൽ ഞാൻ റെഡിയാണ്. അത്ര തരത്തിലാണ് പറയാറുള്ളത്. നമ്മുടെ ഈ ഒരു മെത്തേഡ് എത്രത്തോളം നമുക്ക് ലാംഗ്വേജ് അക്വിസിഷൻ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? നമ്മുടെ ഈ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് TPR എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ക്യാമ്പല്ലേ. കിടക്കുകയും ഇരിക്കുകയും ചായ കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും നടക്കുകയും കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളൊക്കെ ഇംഗ്ലീഷിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ ഈ മെത്തേഡ് മറ്റു മെത്തേഡുകളിലെ ഓവർകം ചെയ്യും, പഠിക്കാനുള്ള കാരണമാവും. അത് പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഇഷ്ടംപോലെ ഇങ്ങനെ നമ്മുടെ മാർക്കറ്റ് കിട്ടും പോലെ ലേണിംഗ് സെന്ററുകളും സ്പോക്കൺ ഇംഗ്ലീഷുകളും എല്ലാ സ്ഥലത്തും ഓൺലൈനാണ്, ഓഫ്ലൈനാണ്, ഇഷ്ടംപോലെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഈ മെത്തേഡ് എന്നെ ശരിക്ക് എന്താ പറയാ, ഒരു മോട്ടിവേഷൻ അപ്പുറത്തേക്ക് എന്നെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ 95ാമത്തെ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. എന്തായാലും വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ ഒരു ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്ന ഈ ഒരു യുണീക്ക് അപ്രോച്ചാണ്. ശരിക്കും ലാംഗ്വേജ് ലേൺ ബൈ ഡൂയിങ് അപ്രോച്ചാണ് TPR. ശരിക്കും നമ്മൾ എങ്ങനെയാണ് നമ്മൾ മാതൃഭാഷ പഠിക്കുന്നത്, ഈ രീതിയിൽ പഠിക്കുന്ന രീതിയാണ്. നമ്മൾ ടാറ്റ എന്നുള്ള വാക്ക് നമ്മൾ കൈ വീശി പഠിക്കുന്ന പോലെ, ടാറ്റ എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഈ ആക്ഷൻ നമുക്ക് ഓർമ്മ വരും. ഇതുപോലെ ലിങ്ക് ചെയ്ത് പഠിക്കുന്ന രീതിയാണ് നമ്മുടെ TPR, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഇത് 100% ഇൻവോൾവ്മെന്റോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. കാര്യം ഒരു കാര്യം കേട്ട് പഠിച്ചാൽ മറക്കും, കണ്ടുപഠിച്ചാൽ ഒരു പക്ഷേ ഓർമ്മ, പക്ഷെ അനുഭവിച്ച് പഠിച്ചാൽ കൊണ്ടുപഠിച്ചാൽ നമ്മൾ മറക്കില്ല. ഒരു ചീഫ് അല്ലെങ്കിൽ മെയിൻ ഐഡിയ ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ട്. ബുക്കർ ടി വാഷിംഗ്ടന്റെ 10ാം ക്ലാസ് ബുക്കിന്റെ തിയറിയൊക്കെ ഇപ്പോഴും അങ്ങനെ പഠിച്ചതാണ്. ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അനുഭവങ്ങളൊന്നുമല്ല, അന്ന് പഠിപ്പിച്ച തിയറി ഇന്നും മൈൻഡ് സെറ്റിലേക്ക് കയറ്റി വെച്ചാൽ അത്ര മാത്രമേ അറിയുള്ളൂ. ഒരു പാരഗ്രാഫ് എഴുതാൻ അതേ ഇതും. ഇപ്പോൾ സിസ്റ്റം ചിന്തിക്കുന്നത് വെറുതെ വന്ന് നോക്കി സ്പെൻഡ് ചെയ്യും. ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കോൺഫിഡൻറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു 75% ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സാറിനോട് കോൺഫിഡൻറ്റ് ചെയ്യുന്നു. ഞാൻ പേ ദ ബിൽ, പേ ദ ഓൾ ദ ബിൽ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, റെസിഡൻഷ്യൽ,